ഹലോ. ഹായ്. നമുക്കില്ലേ നമ്മളുടെ സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് 1971 എലക്ഷൻ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ്. അതായത് 1971 തെരഞ്ഞെടുപ്പും കോൺഗ്രസിൻ്റെ പുനഃസ്ഥാപനവും എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വേർഡ് കൂടിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് 1971 തെരഞ്ഞെടുപ്പും കോൺഗ്രസിൻ്റെ പുനഃസ്ഥാപനവും എന്നുള്ള ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, അതായത് 1971 ഇന്ത്യയുടെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ 1969 പ്രസിഡൻ്റ് ഇലക്ഷൻ നടത്തി. അതിൽ നീലം സഞ്ജീവ് റെഡ്ഡി കോൺഗ്രസ്സുകാരുടെ സിൻഡിക്കേറ്റ് ഗ്രൂപ്പിൻ്റെ നേതാവായി വരികയും ഇന്ദിരാഗാന്ധി അതിന് പകരമായിട്ട് വി ഗിരിയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരുന്നു. മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുക എന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ധാരാളം പേർ വി ഗിരിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും നീലം സഞ്ജീവ് റെഡ്ഡി ഇലക്ഷനിൽ പരാജയപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ സംഭവത്തിന് ശേഷം കോൺഗ്രസിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പുറത്തു വരികയും കോൺഗ്രസ് 2 ഗ്രൂപ്പായി തീരുകയും ചെയ്തു. അപ്പോൾ അതിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ വളരെ കുറച്ച് പേര് മാത്രമായിട്ട് മാറി. അതായത് മെജോറിറ്റി എന്ന് പറയുന്നത് അന്ന് കാലത്ത് ഏകദേശം 260-270 പേരോളം വേണ്ട സ്ഥാനത്ത് ഇന്ദിരാഗാന്ധിക്ക് 220 പേര് മാത്രമാണ് ഉണ്ടായത്. ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന 68 MP-മാർ ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പ് വിട്ട് പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തത് CPI, DMK തുടങ്ങിയ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളാണ്. അവരുടെ വാക്ക് ഇങ്ങനെയായിരുന്നു: വരുന്ന ഇലക്ഷനിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകൾ ഞങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പിന് തരും എന്നായിരുന്നു അവരുടെ വാഗ്ദാനം. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പിന് ആ വോട്ട് നൽകാം എന്ന വാക്കിൻ്റെ വ്യവസ്ഥയിൽ ഭരണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഗവൺമെൻറ്, അതായത് ശരിക്കും നെഹ്റുവിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെ ആയിരിക്കാം ഇവരെല്ലാവരും ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുകയും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ 1970 ഭരണകക്ഷി, അതായത് ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ്, അന്ന് കോൺഗ്രസിന് എതിരാളികളായി നിൽക്കുന്ന 68 MP-മാർ, കോൺഗ്രസിൻ്റെ തന്നെ MP-മാർ 68ഓളം പേര് ഇന്ദിരാഗാന്ധിക്കെതിരായി നിൽക്കുന്നത് കണ്ട് ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം കൊണ്ടെടുത്തു. ലോക്സഭ പിരിച്ചുവിടും. 1970 ഡിസംബറിൽ ഇന്ദിരാഗാന്ധി ലോക്സഭ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും വരുന്ന ഇലക്ഷനെ നേരിടാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ 67 തിരഞ്ഞെടുത്ത ഇലക്ഷനാണ്. 67 തിരഞ്ഞെടുത്ത ഇലക്ഷൻ ഇനി ഒരു വർഷം കൂടിയുണ്ട്, 72 വരെ നിൽക്കേണ്ടതാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ ധൃതി കൂട്ടി ലോക്സഭ പിരിച്ചുവിടുകയും അടുത്ത ഇലക്ഷൻ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഭരണാധികാരിയോട്. അങ്ങനെ 1971 ഫെബ്രുവരിയിൽ ലോക്സഭ ഇലക്ഷൻ, 5ാമത്തെ ഇലക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മത്സരകാലത്ത് കോൺഗ്രസ് തന്നെ 2 ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പ് ഇന്ദിരാഗാന്ധിയും മറ്റൊരു ഗ്രൂപ്പ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ളതുമാണ്. അപ്പോൾ തങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് കോൺഗ്രസും ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പും അല്ല, ഞങ്ങളാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് എതിർ ഗ്രൂപ്പുകളും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയത്താണ് കോൺഗ്രസ് ഇതര കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളെല്ലാം ചേർന്ന്, അതായത് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലാത്ത, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇന്ദിരാഗാന്ധിക്ക് സപ്പോർട്ട് നൽകാൻ തയ്യാറായിട്ടുള്ള പാർട്ടികൾ CPI, DMK അങ്ങനെയുള്ളവരല്ലാത്ത SSP, PSP, ഭാരതീയ ജനസംഘം, സ്വതന്ത്ര പാർട്ടി, ഭാരതീയ ക്രാന്തിദൾ തുടങ്ങിയവരൊക്കെ കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പാവുകയും ചെയ്തു. ഒരു ഒറ്റ സംഘടനയ്ക്ക് രൂപം നൽകി. അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം അവരൊന്നിച്ച് നിൽക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് CPI-യുമായും DMK-യുമായിട്ടൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയത്തെ ഇലക്ഷൻ നിർണായകമാണ് ഇന്ദിരാഗാന്ധിക്ക്. കാരണം 68 പേരാണ് കോൺഗ്രസിൽ നിന്നും പോയത്. പ്രതിപക്ഷമാണെങ്കിൽ നല്ല ടീമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ നല്ല തന്ത്രം ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രകടന പത്രികകൾ തയ്യാറാക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള വിഷയങ്ങളുമായി 2 പാർട്ടിക്കാരും, ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പും എതിർ പാർട്ടിക്കാരും ഒക്കെ ഇറങ്ങി. ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുക, ഇന്ദിരാ ഹഠാവോ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ഷന് മുദ്രാവാക്യം ഉയർത്തിയത്. പക്ഷെ ഇതിന് പകരം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യമാണ്. അപ്പോൾ അതായത് ഇന്ദിരാ ഹഠാവോ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുക അധികാരത്തിൽ, ഗരീബി ഹഠാവോ എന്ന് പറഞ്ഞാൽ ഗരീബി ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നതാണ് മുദ്രാവാക്യം. അപ്പോൾ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന ലക്ഷ്യവുമായിട്ട് ഇന്ദിരാഗാന്ധി
ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന മുദ്രാവാക്യവുമായി ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 5th ജനറൽ ഇലക്ഷന് തയ്യാറെടുത്ത ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന മുദ്രാവാക്യമാണ് ഗരീബി ഹടാവോ. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പേര് ഓർക്കുക, ഗരീബി ഹടാവോ 5th ഇലക്ഷൻ, മറക്കരുത് കേട്ടോ. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഇലക്ഷൻ പരിപാടിക്ക് തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ ഈ ഗരീബി ഹടാവോ എന്നതുകൊണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന കുറച്ച് പരിപാടികളുണ്ട്, അത് കാണാതെ പഠിച്ചു വെക്കണേ. എന്തൊക്കെയാണ് ഇന്ദിരാഗാന്ധിയുടെ ആ പരിപാടികൾ എന്നുള്ളത് നമുക്ക് ചോദിക്കും. ഇന്ദിരാഗാന്ധി എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് അതിലൂടെ കൊണ്ടുവന്നത്? ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളർത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരിപാടി. അതായത് ഗരീബി ഹടാവോ, അതായത് റിമൂവ് പോവർട്ടി എന്നുള്ളതിലൂടെ ഡെവലപ്പ് ദ പബ്ലിക് സെക്ടർ, ഇമ്പോസ് സീലിംഗ് ഓൺ റൂറൽ ലാൻഡ് ഹോൾഡിംഗ്സ് ആൻഡ് അർബൻ പ്രോപ്പർട്ടി, remove inequality in income and opportunity and abolish privy purse, etc. And the minorities, women and unemployment youth looked up to her as savior, etc. അപ്പോൾ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ ഭരണപരിഷ്കാരങ്ങൾ, അതായത് പോവർട്ടി ഇറാഡിക്കേഷൻ്റെ ഭാഗമായിട്ട് ടു ഡെവലപ്പ് ദ പബ്ലിക് സെക്ടർ, അതായത് പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, ഗ്രാമീണ ഭൂപരിധി നിയമം നടപ്പിലാക്കുക, നഗര സ്വത്തിന് പരിധി നിശ്ചയിക്കുക, വരുമാനത്തിലെ അസമത്വം ഇല്ലാതാക്കുക, അവസര സമത്വം ഉണ്ടാക്കുക, നാട്ടുരാജ്യങ്ങൾക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ക്യാൻസൽ ചെയ്യുക, അതോടൊപ്പം തന്നെ ഭൂരഹിതരായ കർഷകർക്ക്, തൊഴിലാളികൾ, ദരിദ്രർ, ആദിവാസികൾ, ന്യൂനപക്ഷക്കാർ, സ്ത്രീകൾ, തൊഴിൽ രഹിതരായ യുവാക്കൾ, ഇവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാൻ കഴിയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് ഇന്ദിരാഗാന്ധി ഈ മുദ്രാവാക്യം ഉപയോഗിച്ച് പറഞ്ഞതോടുകൂടി യുവാക്കളും എല്ലാവരും ഇന്ദിരാഗാന്ധിയുടെ ആ തീരുമാനത്തിനോട് താല്പര്യം കാണിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷൻ റിസൾട്ടിൽ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷം നേടാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയെ DMKയും CPIയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞോന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നതോടുകൂടി, അതായത് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയെ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിച്ചു. സാധാരണക്കാർക്ക് എന്തായാലും പുരോഗതി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ ആ 5ാമത്തെ ഇലക്ഷനിൽ 375 സീറ്റും നേടി ഇന്ദിരാഗാന്ധി വിജയം ഉറപ്പിച്ചു. അതുമാത്രമല്ല ഒറ്റയ്ക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റാണ് കുറച്ച്, 23 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയതാണ്. CPIക്ക് 23 സീറ്റ് കിട്ടി. ആ 23 സീറ്റാണ് ഇവർക്ക് കിട്ടിയത്. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് 352 സീറ്റ് കോൺഗ്രസ്സിന് മാത്രം ഉണ്ടായിരുന്നു. അതായത് CPIയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും കേന്ദ്രം ഭരിക്കാനുള്ള സീറ്റുകൾ ആർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു? കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടാതെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് ഗ്രൂപ്പ്, നമ്മൾ 68 പേര് പ്രബല ഗ്രൂപ്പുകാർ, സംഘടനാ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ. അവരിൽ ആ 68 പേര് വിട്ടുപോയതിൽ 16 പേര് മാത്രമാണ് ജയിച്ചത്. ബാക്കി എല്ലാവരും ഇലക്ഷനിൽ തോറ്റു പോവുകയും ചെയ്തു. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, എൻ്റെ കോൺഗ്രസ്സാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് ഇതിലൂടെ ഞാൻ തെളിയിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടായി. അപ്പോൾ 5ാമത്തെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇന്ദിരാഗാന്ധി നമ്പർ 1 ആയി മാറി, ശക്തമായ രാജ്യമായിട്ട് മാറുകയും ചെയ്തു. മനസ്സിലായ? അപ്പോൾ 5ാമത്തെ ഇലക്ഷനും അതിൻ്റെ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. ഗരീബി ഹടാവോ മുദ്രാവാക്യം ടോപ്പ് മോസ്റ്റ് ആണ്. ഇന്ദിരാഗാന്ധി ഗരീബി ഹടാവോ പോവർട്ടി ഇറാഡിക്കേഷൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഒന്ന് റിവിഷൻ പ്രോസസ്സ് എടുത്തു തരാം. അപ്പോൾ ഇത് ഇന്നത്തോടുകൂടി ആ ക്ലാസ് കറക്റ്റ് ആവട്ടെ. അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻ പോർഷനിൽ നെഹ്റു 1947 മുതൽ 1964 വരെ നെഹ്റുവിൻ്റെ കാലഘട്ടം. ആ നെഹ്റു കാലഘട്ടത്തിൽ 1964 നെഹ്റു മരിക്കുന്നു. നെഹ്റുവിന് ശേഷം നെഹ്റുവിനെ പോലെ തന്നെ ഗുണമേന്മയുള്ള ഒരു രാജാവ് നമുക്ക് ആവശ്യമാണ്. കാരണം ഇന്ത്യ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കാലത്താണ് നെഹ്റു അധികാരമേറ്റത്. ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നെഹ്റുവിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിലനിർത്തിയ ഈ ജനാധിപത്യവും അതുപോലെ സാമ്പത്തികമായ പരിഷ്കാരങ്ങളും എല്ലാം തുടർന്നും ഉണ്ടാവണമെങ്കിൽ നെഹ്റുവിനെ പോലെ തന്നെ കഴിവും പ്രാപ്തിയുള്ള ആൾ വേണമെന്നായിരുന്നു. പക്ഷെ സാഹചര്യം മുതലെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊറാർജി ദേശായി അധികാരമേൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്ക് മൊറാർജി ദേശായിയുടെ താല്പര്യം കുറവായതിനാൽ അവരതിന് സമ്മതിക്കാതെ വരികയും
നെഹ്റുവിന് ശേഷം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിരുന്ന ഉപപ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി അധികാരമേൽക്കുകയും ചെയ്തു. ഈ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യക്ക് നൽകിയ മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നത്. മറക്കരുത്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം. അപ്പോൾ ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലത്താണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം നടക്കുന്നത്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം നടന്നു കഴിഞ്ഞ ശേഷം ആ കരാർ ഒപ്പിടാൻ ഇന്ത്യ അതിൽ വിജയിക്കുകയാണ് ചെയ്തത്. ആ കരാർ ഒപ്പിടാൻ വേണ്ടി താഷ്കൻഡിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം 1966 ജനുവരി 10 താഷ്കൻഡിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ മൊറാർജി ദേശായി മുൻപത്തെ പോലെ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളതാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. പിന്നെ എല്ലാ ജനങ്ങളും പേരിനവർ വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ എല്ലാവർക്കും ഇന്ദിരാഗാന്ധിയോടുള്ള ഇഷ്ടം, നെഹ്റുവിനോടുള്ള ഇഷ്ടം, ഭരണത്തിലുള്ള പക്വത ഉണ്ടാവും എന്നുള്ളതും ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്ക് ഇന്ദിരാഗാന്ധി അധികാരത്തിലേറുന്നതിന് സഹായിച്ചു. അങ്ങനെ ഇന്ദിരാഗാന്ധി അധികാരമേറ്റു. ആ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ ഒരു വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു വിഷയമായി മുന്നിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്ദിരാഗാന്ധി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വർഷം ഭരിക്കുന്നത് അടുത്ത ഒരു വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയായിരിക്കണം. പക്ഷേ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധിയുടെ ആ 4ാമത്തെ തെരഞ്ഞെടുപ്പ് 1967 4ാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഒരുപാട് മോശമായ സാഹചര്യങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് നേരിടേണ്ടി വന്നു. അതിലൊന്നാണ് കാലവർഷം തുടർച്ചയായി ചതിച്ചതും, വ്യാപകമായ വരൾച്ച, കാർഷികോൽപാദനം ഇടിഞ്ഞത്, ഗുരുതരമായ ഭക്ഷ്യക്ഷാമം, വിദേശ നാണയ ശേഖരം കുറഞ്ഞു വന്നതും, വ്യാവസായിക ഉൽപാദനവും കയറ്റുമതിയും കുറഞ്ഞു വന്നത്, അതുപോലെ തന്നെ നമുക്ക് വികസന പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അന്ന് നമുക്ക് അറിയില്ല, ജനങ്ങൾ വിചാരിച്ചാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നത് അറിഞ്ഞില്ല. അപ്പോൾ ഫോർത്ത് ജനറൽ ഇലക്ഷൻ നേരിടുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന സീരിയസ് എക്കണോമിക് ക്രൈസിസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ഫെയിലിയർ ഓഫ് മൺസൂൺസ്, fall in agriculture production, food shortage, drop in industrial production, thin foreign exchange, reserves and rising military expenses, diversion of resources from planning and economic development എന്നുള്ളതാണ്. ഇനി ആ ഇലക്ഷൻ നേരിടുമ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഇന്ത്യക്ക് നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു. നമുക്കൊരു ഫ്ലോ ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിട്ടു ആ 4ാമത്തെ തെരഞ്ഞെടുപ്പ് നേരിട്ട സാഹചര്യങ്ങൾ എന്നുള്ളതിൽ എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ തന്നെ പ്രൈസ് റൈസ് ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റൻറ്റ്, വിലക്കയറ്റവും ജനകീയ പ്രക്ഷോഭങ്ങളും, പിന്നെ ആംഡ് അഗ്രേറിയൻ സ്ട്രഗിൾ ആൻഡ് അജിറ്റേഷൻസ് ഫോർ ഇക്വാളിറ്റി, സമത്വത്തിന് വേണ്ടിയുള്ള കർഷക പ്രക്ഷോഭങ്ങളും സായുധ സമരങ്ങളും, ഹിന്ദു മുസ്ലിം റൈറ്റ്സ്, ഹിന്ദു മുസ്ലിം ലഹളകൾ, ദെൻ യൂണിറ്റി ഇൻ ദി ഓപ്പോസിഷൻ പാർട്ടീസ്, പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ആ ഫ്ലോ ചാർട്ടും ആ പോയിന്റുകളും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. 4ാമത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇതെല്ലാം എഴുതാൻ അറിയണം. പിന്നെ നോൺ അഗ്രഷൻ എഴുതാൻ അറിയണം. നോൺ അഗ്രഷൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഓർത്തു വെച്ചോളൂ, നോൺ കോൺഗ്രസിസത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നോൺ അഗ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോൾ നമ്മുടെ റാം മനോഹർ ലോഹ്യയുടെ പേര് മറക്കാതെ പഠിച്ചു വയ്ക്കുക കേട്ടോ. റാം മനോഹർ ലോഹ്യയാണ് എന്ത് കൊണ്ടുവന്നത്, നോൺ കോൺഗ്രസിസം എന്ന വാക്ക്, കോൺഗ്രസ് ഇതരത്വം എന്ന വാക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് കോൺഗ്രസ് ഇതരത്വം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് തങ്ങളുടെ വോട്ടുകൾ വിഭജിച്ച് പോകുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണെന്നും അതുകൊണ്ട് ഇനി എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിൽക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ദിരാഗാന്ധിക്കെതിരായി നിൽക്കാൻ തീരുമാനിച്ച വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റാം മനോഹർ ലോഹ്യ ഉപയോഗിച്ച വാക്കാണ് നോൺ കോൺഗ്രസിസം എന്നത്. അതിനുശേഷം നമ്മൾക്ക് 2 സംഭവങ്ങൾ 1967 തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു വന്നു. ഒന്ന് കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകൾ വരുന്നു, കോയിലേഷൻ ഗവൺമെൻറ്. മറ്റൊന്ന് ഡിഫെക്ഷൻ. കൂട്ടുകക്ഷി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ 1967 തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ
ചില സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കഴിയാതെ ഗവൺമെൻറ് രൂപീകരിക്കേണ്ടി വന്ന പാർട്ടികൾക്ക് 3ഉം 4ഉം പാർട്ടികളുടെ സഹായം തേടേണ്ടതായിട്ട് വന്നു. അങ്ങനെ 3ൽ കൂടുതൽ പാർട്ടികൾ ചേർന്നുകൊണ്ട് ഗവൺമെൻറ്, 3ഓ അതിൽ കൂടുതലോ പാർട്ടികൾ ചേർന്നുകൊണ്ട് ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അത്തരം ഗവൺമെൻറ്റുകളെ നമ്മൾ കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നു. ഇനി അതേസമയം നമ്മൾക്ക് ആ കോയിലേഷൻ ഗവൺമെൻറ് ദ ഗവൺമെൻറ് ഫോംഡ് ഇൻ 3 or more പാർട്ടീസ്. ദെൻ അടുത്ത ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറ്റം എന്നാണ്. അതായത് നമ്മൾ ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ട് ഇലക്ഷന് മത്സരിക്കുക, സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ മത്സരിച്ച ശേഷം ജയിച്ച ശേഷം ആ പാർട്ടിയുടെ ചിഹ്നമൊക്കെ ഉപയോഗിച്ച് ജയിച്ച ശേഷം നമ്മൾ ആ പാർട്ടി ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിൽ പോകുന്നതിനെയാണ് നമ്മൾ ഡിഫെക്ഷൻ അഥവാ കൂറുമാറ്റം അല്ലെങ്കിൽ കാലുമാറ്റം എന്ന് പറയുക. ഇത് നമ്മൾ ഗയാലാൽ എന്ന് പറയുന്ന ആളിൻ്റെ പാർട്ടി മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഗയാറാം എന്ന വാക്കവിടെ ഉപയോഗിക്കുന്നത്. ഇനി സ്പ്ലിറ്റ് ഓഫ് ദി കോൺഗ്രസ് എന്നാണ്. അത് 1967 4ാമത്തെ ഇലക്ഷന് കഴിഞ്ഞ ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ പതുക്കെ വന്നു. ഇന്ദിരാഗാന്ധിയേക്കാൾ അധികാരം കൂടുതൽ കോൺഗ്രസ്സിലെ മറ്റ് ദേശീയ നേതാക്കൾക്കാണെന്ന് അവരും ഇന്ദിരാഗാന്ധി അവരെ മൈൻഡ് ചെയ്യാതിരുന്നതും ഒരു വലിയ പ്രശ്നമായിട്ട് മാറി. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്നത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഈ ദേശീയ നേതാക്കൾ, അതായത് നമ്മുടെ കാമരാജും നിജലിംഗപ്പ, കർപ്പൂരി ഠാക്കൂർ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഗ്രൂപ്പിൽ നിന്നും മോചനം നേടണം. വരുന്ന ഇലക്ഷനിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ, അതായത് 7ഓളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് മെജോറിറ്റി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം എന്നാഗ്രഹിച്ച് ഇന്ദിരാഗാന്ധി അടുത്ത ഇലക്ഷന് നിൽക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിനുവേണ്ടി അവർ 10 പരിപാടികൾ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ആ 10 പരിപാടി എന്നുള്ളത് നല്ലോണം പഠിച്ചു വയ്ക്കാം മക്കളെ. ഒരു ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യനാണ്, അതൊപ്പം തന്നെ നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് ആ 10 പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, the government took left turn, making the Congress Working Committee adopt a 10-point program in May 1967. 1967 10 പരിപാടികൾ തുടക്കം കുറിച്ചു മെയ് മാസത്തിൽ. ആ 10 പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ്, നാഷണലൈസേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ്, സീലിംഗ് ഓൺ അർബൻ പ്രോപ്പർട്ടി ഇൻകം, PDS, ലാൻഡ് റിഫോംസ് ആൻഡ് പ്രൊവിഷൻസ് ഫോർ ഹൗസ് സൈഡ്സ് ടു ദി പുവർ. ദ സിൻഡിക്കേറ്റ് ഇൻ ദ പാർട്ടി ഫോർമലി അപ്രൂവ്ഡ് ദി 10-point പ്രോഗ്രാം. അതായത് 10 പരിപാടികൾ നടപ്പിലാക്കിയത് ഇങ്ങനെയാണ്: ബാങ്കുകളുടെ മേൽ സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തുക, ജനറൽ ഇൻഷുറൻസ് ദേശസൽക്കരിക്കുക, നഗരസ്വത്തിനും വരുമാനത്തിനും പരിധി നിർണ്ണയിക്കുക, ഭക്ഷ്യധാന്യ വിതരണം, ഭൂനിയമ പരിഷ്കാരം, ഗ്രാമങ്ങളിലെ ദരിദ്രർക്ക് വീടുണ്ടാക്കാൻ ഭൂമി, ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് സിൻഡിക്കേറ്റിന് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ 10 പരിപാടികൾ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഇടയിലാണ് 1969 നമ്മുടെ ഇന്ത്യയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ പ്രസിഡന്റ്, അതായത് ഡോക്ടർ സക്കീർ ഹുസൈൻ മരിക്കുന്നു. ആ മരിച്ചതിന് ശേഷം ഇന്ത്യയിലെ പ്രസിഡന്റ് ഇലക്ഷൻ ആവശ്യമായി വന്നു. ആ പ്രസിഡന്റ് ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ സിൻഡിക്കേറ്റുകാർ നീലം സഞ്ജീവ റെഡ്ഡിയെ ഇലക്ഷന് നിർത്തി. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അത് യോജിക്കാൻ പറ്റാതെ വരികയും ഉപരാഷ്ട്രപതിയായ VV ഗിരിയെ ഇലക്ഷന് നിർത്തുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി തന്നെ 2 പേരും മത്സരിക്കാൻ തീരുമാനിച്ചു. മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാൻ ഇന്ദിരാഗാന്ധി എല്ലാവരോടും ആവശ്യപ്പെട്ടു. ആ ഇലക്ഷനിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് VV ഗിരി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ചേരിപ്പോര് പരസ്യമായി പുറത്തു വരികയും കോൺഗ്രസ്സിലെ 2 ഗ്രൂപ്പ് പിളർന്നു പോവുകയും ചെയ്തു. 220 പേരുടെ ഗ്രൂപ്പായ ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പും 68 പേരുടെ ഗ്രൂപ്പായ സിൻഡിക്കേറ്റ് ഗ്രൂപ്പ് എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ പിളർപ്പിനെ ശരിക്കും പരസ്യമായി തന്നെ എതിർത്തു എന്നതായിരുന്നു ഈ പ്രസിഡന്റ് ഇലക്ഷനിലൂടെ നമുക്ക് മനസ്സിലായത്. അപ്പോൾ കോൺഗ്രസ് 2 ഗ്രൂപ്പായി പിളർന്നത് ഈ പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, മറക്കണ്ട. പ്രസിഡന്റ് ഇലക്ഷൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. സ്പ്ലിറ്റ് ഓഫ് ദി കോൺഗ്രസ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിഡന്റ് ഇലക്ഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ പ്രിവി പേഴ്സ് നിർത്തലാക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചത് കോൺഗ്രസിന്. എന്തുകൊണ്ടാണ് പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് പ്രിവി പേഴ്സ്, എന്തുകൊണ്ട് നിർത്തലാക്കി? പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായി 1947കളിൽ ഇന്ത്യ ഗവൺമെൻറ് നാട്ടുരാജാക്കന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന കോമ്പൻസേഷൻ തുകയാണ് പ്രിവി പേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്. പക്ഷേ ഇപ്പോഴത്
രാജ്യത്തിന് വളരെ ബാധ്യതയായി മാറിയിരിക്കുന്നു. സാമ്പത്തികമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി അത് നിർത്തലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടക്കത്തിലൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് അനുകൂലിക്കുകയാണ് ചെയ്തു വന്നത്. അപ്പോൾ അത് മൊറാർജി ദേശായിയെ പോലുള്ള നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും അവർ പരസ്യമായി ഇന്ദിരാഗാന്ധിക്കെതിരെ എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി ഗരീബി ഹഠാവോ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ഇന്ന്. അപ്പോൾ ആ ഗരീബി ഹഠാവോ കൂടി മക്കളൊന്ന് പഠിക്കുക. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇതിലെ പ്രധാനപ്പെട്ടത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി. 10 പരിപാടി നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധി. ബാങ്കുകൾ ദേശസൽക്കരിക്കാൻ ആഗ്രഹിച്ചത് ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ 4ാമത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. പിന്നെ അതോടൊപ്പം തന്നെ കൂറുമാറ്റം എന്താണ്, അതുപോലെ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്താണ്, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൻ്റെ പുറകിലുള്ള AB കോളം ഒന്ന് ആൻസർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും പരീക്ഷയ്ക്കുണ്ടാവും. ഈ 5ാമത്തെ പാഠത്തിൻ്റെ ബ്രാക്കറ്റിലുള്ള AB കോളം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ, ടെക്സ്റ്റിനുള്ള മക്കൾ. ഓക്കെ, അപ്പോൾ നമുക്ക് 6ാമത്തെ ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ബൈ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അമ്മ. അപ്പോൾ പരീക്ഷകൾ നന്നായിട്ട് പഠിക്കാൻ പറ്റണം, നന്നായിട്ട് പഠിക്കുക. മാക്സിമം ഈ 5 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മറക്കാതെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് പോവുക. ഉറപ്പായിട്ടും ഈ 5 ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ മോഡൽ എക്സാമിന് കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അത് നിങ്ങളെ പരീക്ഷ ജയിക്കാൻ വളരെയേറെ സഹായിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും.